everyone, welcome to Salem Learning. Anita Miss ആണ്. അപ്പോൾ നമ്മുടെ പൂജാ ഹോളിഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ വീണ്ടും പഠനത്തിന്റെ ആ ഒരു ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ബേസിക് സയൻസിന്റെ ഒരു അടിപൊളി ചാപ്റ്റർ ആയ സീഡ്സ് ഓഫ് ലൈഫ്, അതായത് ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ചെറിയൊരു വീഡിയോ സെക്ഷൻ നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് അവയ്ക്ക് സംഭവിക്കുന്നത് എന്നാണ്. ഓൾറെഡി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ളത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല എക്സ്പെരിമെന്റ്സിലൂടെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചതാണ്. സോ ഇനി എന്താണ് ആ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്നാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ 4th സ്റ്റാൻഡേർഡിൽ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പുതിയ ഒരു കാര്യമല്ല അല്ലെ, ജസ്റ്റ് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഒറ്റ ചിത്രത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഒരു വിത്ത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ ആ ഒരു വിത്തിൻ്റെ ആ ഒരു ഷെല്ല്, അതായത് അതിൻ്റെ ഒരു പുറന്തോടൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഏറ്റവും ആദ്യം പുറത്തേക്ക് വരുന്ന ആ ഒരു ഭാഗമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, നമ്മുടെ റൂട്ടായിട്ട് മാറുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു വിത്ത് മുളയ്ക്കുന്ന സമയം അതിൽ നിന്നും ഏറ്റവും ആദ്യം മണ്ണിൻ്റെ അടിയിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തിനെ നമ്മളൊരു പേര് വിളിക്കും. ദാറ്റ് ഈസ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി, വേരുണ്ടായില്ലേ, പക്ഷെ വേര് മാത്രമാണോ നമുക്ക് ഒരു ചെടിക്ക് വേണ്ടത്? അല്ല അല്ലെ, ചെടിക്ക് സ്റ്റെമ്മും വേണം. അപ്പൊ വേരിന്റെ കൂട്ടത്തിൽ തന്നെ അതിനുശേഷം മുകളിലോട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡമായിട്ട് മാറുന്നത്. ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലുമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, റാഡിക്കിൾ അല്ലെങ്കിൽ ബീജമൂലം എന്ന് പറയുന്നത് മണ്ണിന്റെ അടിയിലോട്ടാണ് വളരുന്നത്. അതാണ് പിന്നീട് റൂട്ടായിട്ട് മാറുന്നത്. ഇനി ബീജശീർഷം അല്ലെങ്കിൽ പ്ലുമ്യൂൾ എന്ന് പറയുന്നത് മണ്ണിന്റെ മുകൾ ഭാഗത്തോട്ടാണ് വളരുന്നത്. അതാണ് പിന്നീട് സ്റ്റെം ആയിട്ട് മാറുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചെടി എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുന്നത്? അവർ സ്വന്തമായിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത്. ഏത് സമയത്ത്? അവർക്ക് ഇലയൊക്കെ വന്നാൽ. ഏതായിരുന്നു ആ ഒരു പ്രോസസ്സ്? ഫോട്ടോസിന്തസിസ് ആയിരുന്നു അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ചെടി സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഇലകളിൽ വെച്ചിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇലകളൊക്കെ ഉണ്ടാവുന്നത് വരെ അവർക്ക് ജീവിക്കണ്ടേ? അപ്പൊ അതുവരെ അവർക്ക് വേണ്ട എല്ലാ ഫുഡും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അപ്പൊ ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ നമുക്കറിയാം, കട്ടിയുള്ള ഇല പോലുള്ളൊരു ഭാഗമാണ് ഇത്. ചില ചെടികളിൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ചില ചെടികളിൽ 2 എണ്ണം ഉണ്ടാവും. അപ്പൊ അതിൻ്റെയൊക്കെ ബേസിൽ ഓരോന്നിനും ഓരോ പേരാണ്. ഓക്കെ, അതായത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ബീജപത്രം അല്ലെങ്കിൽ ഒരു കോട്ടിലിടനുള്ളതിനെ മോണോക്കോട്ട് എന്നാണ് വിളിക്കുന്നത്. ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഇനി 2 കോട്ടിലിടൻ അല്ലെങ്കിൽ 2 ബീജപത്രം ഉള്ളതിനെ നമ്മൾ ഡൈക്കോട്ട് അല്ലെങ്കിൽ ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയും. അപ്പൊ അതിനൊക്കെ കുറച്ച് എക്സാമ്പിൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഒരു വിത്ത് മുളയ്ക്കുന്ന സമയത്ത് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ റാഡിക്കിൾ അല്ലെങ്കിൽ ബീജമൂലം. അത് പിന്നീട് റൂട്ട് അല്ലെങ്കിൽ വേരായിട്ട് മാറുന്നു. രണ്ടാമത്തേതാണ് പ്ലുമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം. അത് പിന്നീട് കാണ്ഡം അല്ലെങ്കിൽ സ്റ്റെം ആയിട്ട് മാറുന്നു. അപ്പൊ അവർക്ക് വേണ്ട ആഹാരം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മൂന്നാമത്തെ ഭാഗം, കോട്ടിലിഡൻ അല്ലെങ്കിൽ ബീജപത്രം. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഗിവ് ഫുഡ് ഫോർ ദി സ്പ്രൗട്ടിംഗ് സീഡ്. തൈച്ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം നൽകുന്നുണ്ട്. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി ആലോചിക്കുക, ഈ കോട്ടിലിഡൻ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ വേറൊരു പുതിയ ടേമും കൂടി പഠിക്കണം. അതാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ 2 കോട്ടിലിടനുള്ള ചെടികളാണെങ്കിൽ അവർ ആ കോട്ടിലിടനെ വെച്ച് തന്നെയാണ് അവർ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കോട്ടിലിടനാണെങ്കിൽ ആ കോട്ടിലിടനോട് ചേർന്ന് തന്നെ ബീജാന്നം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. അവിടെയായിരിക്കും അവർ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വിവിധ ഭാഗങ്ങൾ, അവയ്ക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, അവയുടെ ധർമ്മം അല്ലെങ്കിൽ അവയുടെ ഫംഗ്ഷൻ എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കണം. നമ്മുടെ ബേസിക് സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. സോ ആരും ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ ലാസ്റ്റ് ക്ലാസ്, അതായത് നമ്മൾ 4ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുത്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു
ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനാണ് നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ച് നിങ്ങൾക്ക് വേണ്ടി സൈലം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ കുറേ മക്കൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കൾക്കായിട്ട് ഇപ്പോൾ ഒരു പൂജ ഹോളിഡേ ഒക്കെ വന്നപ്പം അതിൻ്റെ ഒരു ഓഫർ എന്ന നിലയിൽ നിങ്ങൾക്കായിട്ടൊരു വിദ്യാരംഭം സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു. ആ ഒരു ഓഫർ ഇന്നും കൂടിയുള്ളൂ. അതും കൂടി മിസ് എന്ന് പറയുവാണ്. നമ്മുടെ പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇന്നും കൊണ്ട് ഈ ഒരു ഓഫർ അവസാനിക്കുകയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, അടിപൊളിയായിട്ട് നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളും കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ എല്ലാ മക്കൾക്കും ആൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.